സോ മൊഡ്യൂൾ 2 സെക്കൻഡ് പാർട്ടിലേക്കാണ് നമ്മളിപ്പോൾ കിടക്കുന്നത്. സോ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് അസംബ്ലർ ഡേറ്റ സ്ട്രക്ചേഴ്സിനെ പറ്റിയാണ്. സോ മെയിൻലി നമുക്കുള്ള ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കാണുന്ന ഈ 5 എണ്ണമാണ്. അതിൽ മെയിനായിട്ട് ഓഫ് ടാബ്, സിം ടാബ്, ലൊക്കേഷൻ കൗണ്ടർ, ഇത് മൂന്നുമായിരിക്കും നമ്മൾ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ഓഫ് ടാബ് അല്ലെങ്കിൽ ഓപ്പറേഷൻ കോഡ് ടേബിൾ. ഓഫ് ടാബ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സിംപ്ലി നമ്മുടെ നിമോണിക് ഓപ്പറേഷൻ കോഡ്സ്, അതായത് നമ്മുടെ അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന ആ നിമോണിക് കോഡ്സിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും മെയിൻ ആയിട്ട് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, ആ കോഡ് അതിന്റെ മെഷീൻ ലാംഗ്വേജ് ഒരു ഹാഷ് ടേബിളിന്റെ ഫോർമാറ്റിലായിരിക്കും ഓട്ടാ എപ്പോഴും നമുക്ക് കാണാൻ നോക്കുന്നത്, അല്ലെങ്കിൽ അത് ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. സോ ഓട്ടാ ഇത്രയേ ഉള്ളൂ, ഒരു created with free version for non-commercial use. കോഡിന്റെ ഡീറ്റെയിൽസ്, ഫോർ എക്സാമ്പിൾ അതിന്റെ ലെങ്ത്, അതിന്റെ മെഷീൻ ലാംഗ്വേജ്, അതായിരിക്കും ഓപ്ടാബിലുള്ളത്. നെക്സ്റ്റ് ഈസ് സിം ടാബ്. സിം ടാബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള ലേബിൾസ്, നമ്മുടെ അസംബ്ലി ലാംഗ്വേജ് ഉണ്ടായിരിക്കുന്ന ലേബിളിന്റെ വാല്യൂസ്, ഈ ലേബിളിന്റെ വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സിം ടാബ്. ആൻഡ് നെക്സ്റ്റ് ഈസ് ലൊക്കേഷൻ കൗണ്ടർ. ലൊക്കേഷൻ കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറന്റ് എക്സിക്യൂട്ട് ആയിരിക്കുന്ന ഇൻസ്ട്രക്ഷന്റെ അഡ്രസ് ആയിരിക്കും മെയിൻലി ലൊക്കേഷൻ കൗണ്ടർ ഉള്ളത്. മാത്രമല്ല ലൊക്കേഷൻ കൗണ്ടർ നമ്മൾ സിം ടാബ് ജനറേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. അത് ഞാൻ ലേറ്റർ ആയിട്ട് വീഡിയോയിൽ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലൊക്കേഷൻ കൗണ്ടറിനെ പറ്റി. സോ ഇത് മൂന്നുമാണ് മെയിൻ. സോ അസംബ്ലർ ഡേറ്റ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ഓഫ് ടാബ്, സിം ടാബ്, ലൊക്കേഷൻ കൗണ്ടർ. ബാക്കി ജസ്റ്റ് എഴുതി നിങ്ങൾ വിട്ടാൽ മതി. സോ നമുക്ക് അടുത്തായിട്ട് നമ്മള് പാസ് 1 പാസ് 2 അൽഗോരിതത്തിലേക്കൊക്കെയാണ് പോകുന്നത്. സോ ബേസിക്കലി പാസ് 1 പാസ് 2ലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു അസംബ്ലറിന് മെയിൻ ആയിട്ട് രണ്ട് ഫേസസ് Created with free version for non-commercial use. അനാലിസിസ് ഫേസ് and the second one is synthesis phase. ഓക്കെ, ആൻഡ് നമ്മുടെ ഫസ്റ്റ് ഫേസ് ആയ അനാലിസിസ് ഫേസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രൈമറി ഫംഗ്ഷൻ എന്തുവാന്ന് ചോദിച്ചാൽ നമ്മൾ പറഞ്ഞ ഡേറ്റ സ്ട്രക്ചറിന്റെ സിം ടാബ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദിസ് അനാലിസിസ് ഫേസ് ഈസ് ടു ബിൽഡ് എ സിം ടാബ്. സോ നമ്മുടെ സിന്തസിസ് ഫേസ് കഴിയുമ്പോഴേക്കും നമ്മൾ യൂസ് ചെയ്യുന്ന ലേബലിന്റെ അഡ്രസ്സും നിമോണിക് കോഡിന്റെ അഡ്രസ്സും നമുക്ക് അറിഞ്ഞിരിക്കണം. അതാണ് സിന്തസിസ് ഫേസിന്റെ എയിം. സിന്തസിസ് ഫേസ് കഴിഞ്ഞിട്ട് നമ്മുടെ പ്രോഗ്രാമിനകത്ത് നമ്മുടെ ടാർഗറ്റിനകത്ത് നോക്കുമ്പോൾ അതിനകത്ത് നിമോണിക് ഓപ്പറന്റിന്റെ അഡ്രസ്സ് അറിഞ്ഞിരിക്കണം. മാത്രമല്ല നമ്മൾ യൂസ് ചെയ്ത ലേബലിന്റെ അഡ്രസ്സും അറിഞ്ഞിരിക്കണം. അതാണ് ഈ രണ്ടെണ്ണം. ബേസിക്കലി ഇത് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. Created with free version for non-commercial use. ആദ്യം നമ്മൾ ഈ അനാലിസിസ് ഫേസിലേക്ക് ഇട്ട് കൊടുക്കും. അനാലിസിസ് ഫേസിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഈ മെയിൻ ആയിട്ട് ഈ സിമ്പിൾ ടേബിള് ഈ ഫേസിന് ജനറേറ്റ് ചെയ്യും. ഈ സിമ്പിൾ ടേബിൾ മീൻസ് ഇതിനകത്ത് ഇപ്പോൾ ഒരു ലേബൽ കാണും. ആ ലേബലിന്റെ അഡ്രസ്, സിമ്പിളും അഡ്രസ്സും ഇങ്ങനെ സ്റ്റോർ ചെയ്യും. ഈ അഡ്രസ് സ്റ്റോർ ചെയ്യാൻ നേരത്താണ് നമ്മൾ ലൊക്കേഷൻ കൗണ്ടർ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സിമ്പിൾ നമ്മൾ എൻകൗണ്ടർ ചെയ്തു. ആ സിമ്പിളിന്റെ അഡ്രസ് മീൻസ് ലൊക്കേഷൻ കൗണ്ടറിൽ ഇപ്പൊ എന്താണ് ആ സിമ്പിളിന്റെ അഡ്രസ് ആയിട്ട് കിടക്കുന്നത്, അതാണ് ഇവിടെ സ്റ്റോർ ആകുന്നത് അഡ്രസ്സിനകത്ത്. അങ്ങനെയാണ് ലൊക്കേഷൻ കൗണ്ടറിന്റെ ഹെൽപ്പോട് കൂടി സിമ്പിൾ ടേബിൾ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ നിമോണിക് ഓപ്കോഡ് ലെങ്ത്, ഇതിനെ ബേസ് ചെയ്തായിരിക്കും നമ്മുടെ ലൊക്കേഷൻ കൗണ്ടർ ഇൻക്രിമെന്റ് ആവുന്ന, ഈ ലെങ്തിനെ ബേസ് ചെയ്ത്. സോ ഇതിന്റെ ഹെൽപ്പോടുകൂടി സിമ്പിൾ ടേബിൾ ഉണ്ടാക്കും. പിന്നെ ഈ ആരോയിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ ആരോയും സിന്തസിസ് ഫേസിലൂടെ തന്നെയാണ് വരുന്നത്. സോ ഈ രണ്ട് ടേബിളിന്റെ ഹെൽപ്പോടുകൂടി സിന്തസിസ് ഫേസ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ലേബലിന്റെ അഡ്രസ്സും നമ്മുടെ നിമോണിക് കോഡിന്റെ അഡ്രസ്സും ഓപ്പ് കോഡും നമുക്ക് കഴിയുമ്പോഴത്തേക്ക് റെഡിയായി കിട്ടും. അതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള അനാലിസിസ് ഫേസിന്റെയും സിന്തസിസ് ഫേസിന്റെയും കൺസെപ്റ്റ്. നെക്സ്റ്റ് ഈസ് ബാക്ക് പാച്ചിങ്. എന്താന്ന് നമുക്ക് നോക്കാം. സിംഗിൾ പാസ് അസംബ്ലിന്റെ ഒരു പ്രോബ്ലം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. ഫോർവേഡ് റെഫറൻസിങ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോ ഒരു സിമ്പിളിനെ എൻകൗണ്ടർ ചെയ്യുമ്പോൾ ആ സിമ്പിളിന്റെ അഡ്രസ്സ് നമുക്ക് തൽക്കാലം കിട്ടിയെന്ന് വരില്ല. അത് ലേറ്റുള്ള പ്രോഗ്രാം ആയിരിക്കും ചിലപ്പോ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ ഈ സിംഗിൾ പാസിൽ അത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ തൽക്കാലം അത് നമ്മൾ
തൽക്കാലം നമ്മൾ പ്രോസസ്സ് ചെയ്യുമ്പോൾ അത് ബ്ലാങ്ക് ആയിട്ട് നമ്മൾ വിടും. എന്നിട്ട് ലേറ്റർ ആയിട്ട് നമ്മൾ അതിനെ എൻകൗണ്ടർ ചെയ്യുമ്പോൾ തിരിച്ചു വന്നിട്ട് നമ്മൾ അതിനെ പ്രോസസ്സ് ചെയ്യും. അതാണ് ഈ Created with free version for non-commercial use. സോ നമ്മുടെ പാസ് 1 അൽഗോരിതത്തിലേക്ക് പോവാം. പാസ് 1 അൽഗോരിതം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ അസംബ്ലി ലാംഗ്വേജിന്റെ ഫസ്റ്റ് ഇൻപുട്ട് ലൈൻ റീഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇതൊരു അസംബ്ലി ലാംഗ്വേജ് ആണ്. സോ അതിൽ ഈ ഫസ്റ്റ് ലൈൻ 5 കോപ്പി സ്റ്റാർട്ട് 0 ഇതാണ് നമ്മുടെ ലേബൽ. ഇത് ഓപ്കോഡ്, ഇത് ഓപ്പറന്റ്. സോ നമ്മൾ ആദ്യം നമ്മുടെ ഫസ്റ്റ് ലൈൻ റീഡ് ചെയ്യും. ഫസ്റ്റ് ലൈൻ്റെ ഓപ്കോഡ് ഇതാണ്. ഓപ്കോഡ് സ്റ്റാർട്ട് ആണെങ്കിൽ നമ്മൾ ബിഗിൻ ചെയ്യുന്നു. അതായത് സ്റ്റാർട്ടിങ് അഡ്രസ് ആ ഓപ്പറന്റ് അഡ്രസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ അഡ്രസ് നമ്മൾ ലൊക്കേഷൻ കൗണ്ടറിൽ സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ലൈൻ നേരെ നമ്മൾ ഇന്റർമീഡിയറ്റ് ഫയലിലോട്ട് റൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് അടുത്ത ഇൻപുട്ട് ലൈൻ നമ്മൾ റീഡ് ചെയ്യുന്നു. നമ്മൾ പാസ് 1 കഴിയുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുന്നത് എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഒരു ഇന്റർമീഡിയറ്റ് ഫയൽ ഉണ്ടാവും. Created with free version for non-commercial use. അപ്പൊ ഇത് രണ്ടുപേർക്ക് നമ്മൾ പാസ് 1 ശേഷമുള്ള നമ്മുടെ ഔട്ട്പുട്ടിൽ നമുക്ക് കിട്ടുന്ന 2 ഐറ്റംസ്. സോ അതിനാണ് നമ്മൾ ഫസ്റ്റ് ലൈൻ റീഡ് ചെയ്യുന്നു. അതിന്റെ കോഡ് സ്റ്റാർട്ട് ആണെങ്കിൽ അതിന്റെ അഡ്രസ് എടുത്ത് സ്റ്റാർട്ടിങ് അഡ്രസ് ആക്കുന്നു. അത് ലൊക്കേഷൻ കൺട്രോളിൽ കിട്ടുന്നു. ആ ലൈൻ അതുപോലെ ഇന്റർമീഡിയറ്റ് ഫയലിലേക്ക് റൈറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ലൈൻ റീഡ് ചെയ്യുന്നു. അതാണ് ഈ ഇത്ര ഒരു പാർട്ട്. അഥവാ കോഡ് സ്റ്റാർട്ട് അല്ല എന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ കൗണ്ടർ 0 ആയിട്ട് ആദ്യം നമ്മൾ സെറ്റ് ചെയ്യും. അത് ഇത്രയും പാർട്ട് അത്രയും തീർന്നു. സോ നമ്മൾ നമ്മുടെ ലൊക്കേഷൻ കൗണ്ടർ ഇനിഷ്യലൈസ് ചെയ്തു. ഇനി ആ ലൊക്കേഷൻ കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്യാനുള്ള കുറച്ച് പരിപാടിയാണ് നമ്മൾ അടുത്ത ഈ പാർട്ട് ഇത്തരം പാർട്ടിലായിട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നു നമ്മുടെ ഓപ്കോഡ് എന്താവുന്നതിനും വരെയും നമ്മൾ ഈ ലൂപ്പിലേക്ക് കയറും. പിന്നെ നമ്മൾ നോക്കുന്നത് കമന്റ് ലൈൻ ആണോ എന്നാണ്. കമന്റ് ലൈൻ ആണെങ്കിലോ അല്ലെങ്കിൽ നമ്മൾ അതൊരു സിമ്പിൾ ആണോ, ആ ലേബലിൽ ഒരു സിമ്പിൾ ഉണ്ടോ, ആ ലേബൽ ഫീൽഡ് ഒരു സിമ്പിൾ ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. Created with free version for non-commercial use. ആ സിമ്പിളിനെ നമ്മൾ സിമ്പിള് സിം ടാബിൽ ഉണ്ടെന്ന് സെർച്ച് ചെയ്യുന്നു. സിം ടാബിൽ ഉണ്ടെങ്കിൽ ഒരു എറർ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നു. എറർ ഫ്ലാഗ് ഇതിനാന്ന് ചോദിച്ചാൽ സിമ്പിൾ ഡ്യൂപ്ലിക്കേറ്റ് ആയെന്ന് കാണിക്കാൻ വേണ്ടി എറർ ഫ്ലാഗ് സെറ്റ് ചെയ്യുന്നു. അഥവാ ആ സിമ്പിൾ നമ്മുടെ സിം ടാബിൽ ഇല്ലെന്നുണ്ടെങ്കിൽ ആ സിമ്പിൾ ഇൻസേർട്ട് ചെയ്യും. എന്നുവെച്ചാൽ ആ സിമ്പിളിന്റെ ലേബലും ലൊക്കേഷൻ കൗണ്ടറും സിം ടാബിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്നു. അപ്പൊ നമുക്കറിയാം സിം ടാബില് ലേബലും അതിന്റെ അഡ്രസ്സും ആണുള്ളത്. കണ്ടോ, ഈ ലൊക്കേഷൻ കൗണ്ടർ കൊണ്ട് നമ്മൾ അതിന്റെ അഡ്രസ് സെറ്റ് ചെയ്തു, ലേബലും ലൊക്കേഷൻ കൗണ്ടറും ഇൻസേർട്ട് ചെയ്തു. അത് അത്രയും സിമ്പിള് സെർച്ച് ചെയ്യുന്നു, സിമ്പിളിന്റെ പരിപാടി. ഇനി നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷൻ കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്യുന്ന പാർട്ടിലേക്കാണ് പോകുന്നത്. നമ്മൾ നെക്സ്റ്റ് ഓപ്പ് കോഡ് സെർച്ച് ചെയ്യും. നെക്സ്റ്റ് ഓപ്പ് കോഡ് ഓപ്പ് ടാബിലുണ്ടോ സെർച്ച് ചെയ്യും. ഓപ്പ് ടാബിൽ ആ ഓപ്പ് കോഡ് ഉണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ കൗണ്ടറിന്റെ കൂടെ 3 ആഡ് ചെയ്യും. Created with free version for non-commercial use. വേർഡ് ആണെങ്കിൽ, വേർഡ് എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ലൊക്കേഷൻ കൗണ്ടറിലൂടെ 3 ആഡ് ചെയ്യും. അഥവാ അത് റിസർവ് വേർഡ് RESW ആണെന്നുണ്ടെങ്കിൽ ഓപ്പറന്റ് അഡ്രസിന്റെ കൂടെ 3 മൾട്ടിപ്ലൈ ചെയ്തിട്ട് അത് ലൊക്കേഷൻ കൗണ്ടറിന്റെ കൂടി ആഡ് ചെയ്യും. അഥവാ അത് RESB ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഓപ്പറന്റ് അഡ്രസ് ലൊക്കേഷൻ കൗണ്ടറിലേക്ക് ആഡ് ചെയ്യും. അഥവാ ആ ഓപ്പ് കോഡ് ബൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബൈറ്റിന്റെ ലെങ്ത്, ആ കോൺസ്റ്റന്റ് ലെങ്ത് ബൈറ്റ്സിലാക്കിയിട്ട് അത് ലൊക്കേഷൻ കൗണ്ടറിന്റെ കൂടെ ആഡ് ചെയ്യും. ഇത്രയുമാണ് നമ്മുടെ ലൊക്കേഷൻ കൗണ്ടർ ഇൻക്രിമെന്റേഷൻ പ്രോസസ് എന്ന് പറയും. സോ ഇത്രയും നമ്മൾ ഇങ്ങനെ ചെയ്ത് നമ്മൾ ലൊക്കേഷൻ കൗണ്ടർ ഇൻക്രിമെന്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകും. അഥവാ ഇനി അങ്ങനെ ഒരു Created with free version for non-commercial use. പ്രസന്റ് അല്ല എന്നുണ്ടെങ്കിൽ, ഓപ്പ് കോഡ് എന്ന് വെച്ചാൽ ഓപ്പ് ടാബിലെ പ്രസന്റ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എറർ ഫ്ലാഗ് സെറ്റ് ചെയ്യും. ആ എറർ ഫ്ലാഗിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഇൻവാലിഡ് ഓപ്പറേഷൻ കോഡ്, അങ്ങനെ ഓപ്പറേഷൻ കോഡ് ഇല്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ നമ്മുടെ പഴയ പരിപാടി ചെയ്യുന്നു. ആ ഒരു ലൈൻ ആണല്ലോ ഇപ്പൊ നമ്മൾ ചെയ്തു, ആ ലൈൻ അതുപോലെ ഇന്റർമീഡിയറ്റ് ഫയലിലേക്ക് എഴുതുന്നു. നെക്സ്റ്റ് ലൈൻ റീഡ് ചെയ്യുന്നു. ഇതിങ്ങനെ നമ്മുടെ പ്രോഗ്രാം കഴിയുന്നിടം വരെയും കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ ലാസ്റ്റ് ലൈനും ഇന്റർമീഡിയറ്റ് ഫയലിലേക്ക് എഴുതി കഴിഞ്ഞിട്ട് നമ്മുടെ ലൊക്കേഷൻ കൗണ്ടർ ഇപ്പോ പ്രോഗ്രാം തീർന്നിടത്ത് വന്ന് നിൽക്കുകയായിരിക്കും.
അപ്പൊ ആ ഇപ്പോഴത്തെ അഡ്രസ്സും സ്റ്റാർട്ടിംഗ് അഡ്രസ്സും കൂടെ മൈനസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോഗ്രാം ലെങ്ത് നമുക്ക് കിട്ടും. അങ്ങനെ പാസ്വേഡ് അൽഗോരിതം നമുക്ക് കിട്ടും. ഇത്രയുള്ളൂ പാസ്വേഡ് അൽഗോരിതം. നിങ്ങളുടെ അത് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും പാർട്ടാണ്. ഈ ഇത്രയും പാർട്ട് ഒന്ന് പഠിച്ചു വെക്കുക. എന്ന് വെച്ചാല് ഈ 3 ആഡ് ചെയ്യുന്നത് റിസർവേർഡ് ആണെങ്കിൽ ഓപ്പറന്റ് Created with free version for non-commercial use. ചെയ്യുന്നത്. അങ്ങനെ ഇത്രയും ഒന്ന് പഠിച്ചു വെക്കുക. ബാക്കി അത്രയും നിങ്ങൾക്ക് മനസ്സിലാവും. സിമ്പിൾ ആണ്. ഒന്ന് എഴുതി നോക്കിയാൽ കിട്ടാവുന്നതേ ഉള്ളൂ. സോ നമുക്ക് നെക്സ്റ്റ് പാസ് 2 കയറാം. പാസ് 2 നമുക്ക് പാസ് 1 നിന്ന് ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്ന ഒരു ഫയൽ ഉണ്ടല്ലോ, നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫയൽ. അപ്പോൾ ആ ഫയലിൽ നിന്നുള്ള ഫസ്റ്റ് ലൈൻ നമ്മൾ പാസ് 2 ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് റീഡ് ചെയ്യും. അതാണ് റീഡ് ഫസ്റ്റ് ഇൻപുട്ട് ലൈൻ. അതാണ് എഴുതി വെച്ചിരിക്കുന്നത്. അന്ന് നമ്മുടെ ഇന്റർമീഡിയറ്റ് ഫയൽ പാസ് 1 നമുക്ക് ഇവിടെ നമുക്കൊരു ഇന്റർമീഡിയറ്റ് ഫയൽ ജനറേറ്റ് ആവും. ആ ഫയലിൽ നിന്നുള്ള ഫസ്റ്റ് ലൈൻ റീഡ് ചെയ്യും. എന്നിട്ട് ആ ലൈൻ അതിന്റെ ഓപ്പ് കോഡ് സ്റ്റാർട്ട് ആണെങ്കിൽ ആ ലൈൻ നമ്മുടെ ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ടുള്ള ഫയലിലേക്ക് റൈറ്റ് ചെയ്യും. എന്നിട്ട് അടുത്ത ലൈൻ നമ്മൾ റീഡ് ചെയ്യും. അതാണ് ഇത്ര പാർട്ട്. എന്നിട്ട് നമ്മൾ ഈ നമ്മുടെ പാസ് 2 വേണ്ടിയുള്ള ഇനിഷ്യലൈസ് ചെയ്യും. ഹെഡ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ പ്രോഗ്രാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കാണും, ലെങ്ത് ഓഫ് ദ പ്രോഗ്രാം കാണും. അപ്പോ ഹെഡ് റെക്കോർഡിനകത്ത് അത് രണ്ടും ഉണ്ടാകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ടെക്സ്റ്റ് റെക്കോർഡ് ഇനിഷ്യലൈസ് ചെയ്യും. ഇനി നമ്മൾ നമ്മുടെ കോഡിങ്ങിലേക്ക് കയറും. നമ്മുടെ ഓപ്പ് കോഡ് എന്താവുന്നിടം വരെ നമ്മൾ ലൂപ്പ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഈ ലൂപ്പിന്റെ ആദ്യത്തെ ലൈൻ നമ്മൾ ചെക്ക് ചെയ്യും. അത് കമന്റ് ലൈൻ അല്ലെങ്കിൽ നമ്മൾ ആ ലൈനിനകത്തെ ഓപ്പ് കോഡ് ഓക്ടാബിലുണ്ടോ എന്ന് നോക്കും. അപ്പോൾ ആ ലൈനിനകത്തെ ഓപ്പ് കോഡ് ഓക്ടാബിലുണ്ടോ എന്ന് നോക്കും. ഓക്ടാബിൽ ഉണ്ടെങ്കിൽ ആ ലൈനിൽ ഒരു ലേബൽ ഉണ്ടെങ്കിൽ ആ ലേബൽ സിംടാബിലുണ്ടോ എന്ന് സെർച്ച് ചെയ്യും. സിംടാബിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിന്റെ വാല്യൂ ഓപ്പറന്റ് അഡ്രസ് ആയിട്ട് സെറ്റ് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സീറോ ഫ്ലാഗ് സെറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ആ സിമ്പിൾ ഡിഫൈൻ ആയിട്ടില്ല എന്ന് അറിയിക്കാൻ വേണ്ടി എറർ ഫ്ലാഗ് സെറ്റ് ചെയ്യും. ഇനി അഥവാ ഒരു സിമ്പിളേ അതിലില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സീറോ ഓപ്പൺ അഡ്രസ് ആയിട്ട് ഇവിടെ സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഒബ്ജക്ട് കോഡ് അസംബിൾ ചെയ്യുന്നു. അതാണ് ഇത് ഇത്രയും പാർട്ടിൽ പറഞ്ഞേക്കുന്നത്. അഥവാ ഇനി ഓപ്പ് കോഡ് ബൈറ്റ് അല്ലെങ്കിൽ വേർഡ് ആണെങ്കിൽ നമ്മൾ ആ കോൺസ്റ്റന്റിനെ ഒബ്ജക്ട് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. എന്നിട്ട് ആ ഒബ്ജക്ട് കോഡിനെ ടെക്സ്റ്റ് റെക്കോർഡിലേക്ക് എഴുതാനുള്ള കോഡാണിത്. അഥവാ ടെക്സ്റ്റ് റെക്കോർഡിനകത്ത് ഈ ഒബ്ജക്ട് കോഡ് ഫിറ്റ് ആവില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ടെക്സ്റ്റ് റെക്കോർഡ് ഇനിഷ്യലൈസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിനകത്തോട്ട് റൈറ്റ് ചെയ്യുന്നു. നമ്മൾ പഴയ ലൈൻ തന്നെ റൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ നെക്സ്റ്റ് ഇൻപുട്ട് ലൈൻ റീഡ് ചെയ്യുന്നു. നമ്മളെ പഴയ മെത്തേഡ് നമ്മൾ ഫോളോ ചെയ്യുന്നു. നമ്മൾ അതിന്റെ ലാസ്റ്റ് ആയിട്ട് ടെക്സ്റ്റ് റെക്കോർഡും റൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ അതിന്റെ എല്ലാം ടെക്സ്റ്റ് റെക്കോർഡ് കഴിഞ്ഞതിന് ശേഷം എൻഡ് റെക്കോർഡും റൈറ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഈ പാസ് 2 കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിന്റെ കോഡ് എന്ന് പറഞ്ഞാല് ഫസ്റ്റ് നമ്മുടെ ഹെഡ് റെക്കോർഡ് കാണും, ടെക്സ്റ്റ് റെക്കോർഡ് കാണും. ഇങ്ങനെ എത്ര ടെക്സ്റ്റ് റെക്കോർഡ് അത്ര ടെക്സ്റ്റ് റെക്കോർഡ് കാണും. ലാസ്റ്റില് നമ്മുടെ എൻഡ് റെക്കോർഡും കാണും. ഇത്രയുമാണ് പാസ് 2 അൽഗോരിതം. സോ നമ്മുടെ മൊഡ്യൂൾ 2 ഓവറോൾ ഓൾ പോർഷൻസും തീർന്നിട്ടുണ്ട്. അവസാനത്തെ 2 പോർഷൻസ് ഉണ്ട്. അത് നെക്സ്റ്റ് നമ്മുടെ വീഡിയോയിൽ എടുക്കുന്നതായിരിക്കും. സോ വീഡിയോയിലൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. Created with free version for non-commercial use.